അപമാനവും ഭാരവും ദുഃഖവുമൊക്കെ ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് എല്ലാ നൊമ്പരങ്ങളെയും യൗസേപ്പ് ഏറ്റെടുക്കുക. അതാണ് യൗസേപ്പിന്റെ മനസ്സ്. ആ മനസ്സ് കണ്ടാണ് ദൈവം ഇറങ്ങി വന്നിട്ട് പറയുന്നത്, യൗസേപ്പേ, നീ വേണോടാ എന്റെ കൊച്ചിനെ വളർത്താൻ. എന്റെ കൊച്ചിന് നീ വളർത്തുപിതാവാകണം. കാരണം നിന്നെ കണ്ട്, ഈ മനസ്സ് കണ്ടു വേണം ഈശോ ഭൂമിയിൽ വളരാനെന്ന് ദൈവപിതാവിന് നിശ്ചയമുണ്ടായിരുന്നു. മറ്റുള്ളവരെ അപമാനിതരാകരുത്. അതൊരു വലിയ മനസ്സാണ്, യൗസേപ്പിന്റെ മനസ്സാണ്. നമ്മൾ സങ്കടപ്പെട്ടാലും, നമ്മളിപ്പോ നമ്മുടെ ശൈലി എന്താ, മറ്റാരും സങ്കടപ്പെട്ടാലും ഞാൻ സങ്കടപ്പെടരുത്, ഇതാണ് നമ്മുടെ രീതി. പക്ഷെ യൗസേപ്പ് പഠിപ്പിക്കുന്ന ഒരു വിപരീത, ഒരു സുവിശേഷാത്മക ജീവിത ശൈലി എന്താ, ഞാൻ എത്ര സങ്കടപ്പെട്ടാലും, ഞാൻ എത്ര കരഞ്ഞാലും മറ്റാരും സങ്കടപ്പെടരുത്. മറിയം സങ്കടപ്പെടുന്നത് അവന് കാണാൻ വയ്യ. നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ. യൗസേപ്പിന്റെ മനസ്സും നമ്മുടെ ഒരുപാട് അകലമുണ്ട്. ഞങ്ങൾക്ക് യൗസേപ്പിന്റെ ആ മനസ്സിന്റെ പങ്ക് തരണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കണം.